അങ്ങനെ ഞാനും ഉണ്ടാക്കി ഇൻസ്റ്റാഗ്രാമിലെ ഫേമസും വൈറലായ ലേസി മൊമോസ് ട്ടോ. ഈ മൊമോസിന്റെ ഷേപ്പ് ഉണ്ടാക്കാൻ എപ്പോഴും പാടില്ല. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഇത് ഷേപ്പ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, മാവ് കുഴക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ക്യൂരിയസ് ആയിരുന്നു എങ്ങനെയായിരിക്കും ഇതെന്ന്. പക്ഷെ ഉണ്ടാക്കി നോക്കിയപ്പോഴുണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇഷ്ടമുള്ള വെജീസ് ആണ് കേട്ടോ. അതായത് ക്യാപ്സിക്കം, ക്യാബേജ്, ക്യാരറ്റ്, ഓണിയൻ, ഇഞ്ചി, വെളുത്തുള്ളി ഇവയെല്ലാം നന്നായിട്ട് നമ്മൾ ഗ്രേഡ് ചെയ്യണം. പിന്നെ ഇത് വേവിച്ച ഇറച്ചി മിക്സിയിലിട്ട് ഒരു അടി അടിച്ച് ഷ്രെഡഡ് ആവും. കുരുമുളക്, ഉപ്പ്, പിന്നെ നമ്മുടെ ബ്ലാക്ക് സോയ സോസ്, പിന്നെ ഒരു സ്പൂൺ വിനീഗർ അധികം കൂടരുതിട്ടോ, അത് ശ്രദ്ധിക്കണം. 1 ടീസ്പൂൺ മതി, ടേബിൾ സ്പൂണിന്റെ ആവശ്യമില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതാണ് നമ്മുടെ മൊമോസിന്റെ ഫില്ലിങ്സ്. ചിക്കൻ ഇഷ്ടമില്ലാത്തവർ പനീരും ചേർക്കാട്ടോ, തെറ്റില്ല. എന്നിട്ട് ഈ ബോൾസ് ആക്കിയിട്ടുണ്ടല്ലോ, ഇത് നമ്മൾ ഫ്രീസ് ചെയ്യണം. കറക്റ്റ് അരമണിക്കൂർ ഇത് നമ്മൾ ഫ്രീസ് ചെയ്താൽ, അല്ലെങ്കിൽ ചില വീഡിയോസിൽ കണ്ടാലേ ഇത് വന്നിട്ട് ഇങ്ങനെ പൊടിഞ്ഞു പോകും. അപ്പോൾ ഫ്രീസ് ചെയ്താൽ പൊടിയില്ല. ഇത് മൈദയും കോണിലും ഇച്ചിരി ഉപ്പിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ ഇതായിരിക്കും കോട്ടിങ്. ഫ്രീസ് ചെയ്ത ഈ വെജിൻ്റെ ബോൾസ് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് ഈ മാവിലേക്ക് ഇടാം. എന്നിട്ട് വെള്ളത്തിൽ മുക്കി പെട്ടെന്ന് എടുക്കണം കേട്ടോ. അതന്നെ മുക്കി നിന്ന് ഭംഗി നോക്കിക്കൊണ്ടിരുന്നാൽ അത് അലഞ്ഞു പോവും. അപ്പോൾ അതൊന്നും നിൽക്കരുത്, പെട്ടെന്ന് എടുക്കാം. ഈ പ്രോസസ്സ് 3 തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. അപ്പം ആ മൊമോസിന്റെ ആ ബോൾസ് ഉണ്ടല്ലോ അതിലേക്ക് ഈ കോട്ടിങ് നന്നായിട്ട് അത് ചേരും. അല്ലെങ്കിൽ ഈ വെജിറ്റബിൾ മിക്സർ ഇങ്ങനെ പൊടിഞ്ഞു പോകും, സെപ്പറേറ്റ് ആയിട്ട് വരും. അപ്പൊ ഇത് ശ്രദ്ധിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ക്ഷമ ഉണ്ടെങ്കിൽ നല്ല പാചകം സ്നേഹത്തോടെ നമ്മൾ ശ്രമിച്ചാൽ അതിൻ്റെ റിസൾട്ട് അടിപൊളിയായിരിക്കും. എൻ്റെ അനുഭവമാണ്. ഇത് 3 പ്രാവശ്യം ഈ പ്രോസസ്സ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ ഒരു സ്റ്റീമർ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇഡ്ഡലി വേവിക്കുന്ന ചെമ്പിലായാലും ഇങ്ങനെ സ്റ്റീം ചെയ്തെടുക്കാം. 5 അല്ലെങ്കിൽ 10 മിനിറ്റ് വേണ്ട കേട്ടോ, 5-6 മിനിറ്റ് അടിപൊളി മൊമോസ് ഷേപ്പ്. മാവ് കുഴയ്ക്കേണ്ട, ഷേപ്പ് ചെയ്യേണ്ട, ഒന്നും വേണ്ട, ഈസിയാണ്. ഇതിന് ഞാനൊരു ചില്ലി ഓയിൽ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണം. അടിപൊളി കോമ്പിനേഷൻ ആണ്, ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യടോ. ലവ് യു ഗൈസ്, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.